ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മിസ് വില്ലോബി ആൻഡ് ദ ഹോണ്ടഡ് ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൂവിയിലും നിങ്ങൾക്ക് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ തന്നെ ഈ മൂവി കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള സിനിമകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും ഒന്ന് ഹൈപ്പും കൂടി ചെയ്തു വിട്ടേക്കണേ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ വീടാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് കാണിക്കുമ്പോഴാണ് അവിടെ ഒരു കപ്പിൾസിനെ അടക്കം ചെയ്യുന്നു. അപ്പോൾ മരിച്ചുപോയ ആ രണ്ടുപേർക്ക് ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ. അവളുടെ പേര് എലിസബത്ത്. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. ഇപ്പോൾ അവിടെ ഒരുപാട് മറൈൻ ഓഫീസർമാര് നിൽക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയിന്റെ അച്ഛൻ ഒരു മറൈൻ ഓഫീസറാണ്. അതുകൊണ്ടാണ് അത്രയും ഓഫീസേഴ്സ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഹീറോയിന്റെ അച്ഛനും അമ്മയും മരിച്ചതുകൊണ്ട് തന്നെ അവളുടെ അച്ഛന്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു മറൈൻ ഓഫീസർ, അയാളുടെ പേര് റോബർട്ട് എന്നാണ്. ഇപ്പോൾ റോബർട്ടാണ് ഹീറോയിനെ എടുത്തു വളർത്തുന്നതും അതേപോലെ തന്നെ അവളുടെ സ്വത്തും കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് മുന്നോട്ട് വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുട്ടിക്കാലം മുതൽ തന്നെ ഹീറോയിനെ ഈ ഒരു മാർഷ്യൽ ആർട്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം റോബർട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹീറോയിനായിട്ടുള്ള എലിസബത്ത് കുട്ടിക്കാലം മുതൽ തന്നെ ഈ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പഠിക്കാനായിട്ടും അതുപോലെയുള്ള ബുക്കുകൾ വായിക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. കൂടാതെ എലിസബത്തിനെ നല്ലതുപോലെ ചെസ് കളിക്കാനും അറിയാം. അങ്ങനെ തന്നെ എലിസബത്തിന്റെ ജീവിതം മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ അവള് വളർന്നു വലുതായി. ഇപ്പോൾ എലിസബത്തിന്റെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം നോക്കുന്നത് റോബർട്ടാണ്. റോബർട്ട് കുട്ടിക്കാലം മുതൽ തന്നെ എലിസബത്തിനോടൊപ്പം ഉണ്ട്. എലിസബത്ത് ആണെങ്കിലോ ഈ ചരിത്രപരമായിട്ടുള്ള ബുക്കുകളും അതിനെപ്പറ്റി ഇൻട്രസ്റ്റ് കൂടുതലായതുകൊണ്ട് പഠിച്ച് ഒരു ഹിസ്റ്ററി ടീച്ചറായി. അങ്ങനെ ഒരു ദിവസമാണ് നമ്മുടെ എലിസബത്തിനെ ഒലിവർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുന്നത്. അയാൾ വേറെ ആരുമല്ല, എലിസബത്ത് സ്ഥിരമായിട്ട് ബുക്ക് വാങ്ങിക്കുന്ന ഒരു ഷോപ്പിലെ ഓണറാണ്. ഇപ്പൊ അയാൾ പറയും, നിങ്ങൾ ഓർഡർ ചെയ്ത ആ ഒരു ബുക്കുകളെല്ലാം വന്നു, അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ എലിസബത്ത് പറയും, ഇല്ല കുഴപ്പമില്ല, ഞാനത് ഷോപ്പിൽ വന്ന് തന്നെ വാങ്ങിക്കോളാം. അല്ല നിങ്ങളുടെ ഭാര്യ ഹെലൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒലിവർ അവരെ പറ്റി പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ. ഇപ്പോൾ എലിസബത്ത് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒലിവർ പറയും, അത് നിങ്ങളോട് ഞാൻ നേരിട്ട് പറയാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്ന എലിസബത്ത് റോബർട്ടിനോട് ഹെലനും ഒലിവറും വീട്ടിലേക്ക് വരുന്നെന്നുള്ള കാര്യം പറയും. അതുപോലെ എലിസബത്തിന്റെ അച്ഛനും ഹെലന്റെ അച്ഛനും അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. കൂടാതെ ഹെലൻ ഒലിവറിനെ കല്യാണം കഴിച്ചത് ഹെലന്റെ അച്ഛൻ ഒരിക്കലും ഇഷ്ടമല്ല. അതിന് കാരണമായിട്ട് പറയുന്നത് ഒലിവറിന്റെ രണ്ട് കണ്ണിന്റെ നടുവിലുള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ അത് നോർമൽ ആയിട്ടുള്ളതിനെ കാട്ടി കുറച്ച് ചെറുതാണെന്നാണ്. ഇതൊക്കെ ഒരു കാരണമാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന സീൻ കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഹെലന്റെ ആ ഒരു ബുക്ക് ഷോപ്പാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പോ ഹെലനോടൊപ്പം അവിടെ കുറച്ചുപേര് ഇരുന്നിട്ട് പുതിയൊരു നോവല് പബ്ലിഷ് ആയിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പരസ്പരം പറയാണ്. ഇപ്പൊ ഇതില് സാറ അതേപോലെ തന്നെ ഡയാന, ഇതാണ് ഡയാന, ഇതാണ് സാറ. ഇപ്പൊ ഇവര് രണ്ടുപേരും അവരുടെ അഭിപ്രായങ്ങൾ പരസ്പരം പറഞ്ഞിട്ട് നല്ലതുപോലെ വഴക്കുണ്ടാക്കി അതിൽ സാറ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും ഹെലന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇപ്പൊ എല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം ഹെലൻ ഡയാനയുടെ അടുത്തേക്ക് വന്നിട്ട്, നീ എന്തിനാ സാറയോട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഡയാന പറയും, അവൾ ഈ ഫാന്റസി ലോകത്തിൽ നിന്ന് അവളുടെ ചിന്തകളെല്ലാം യഥാർത്ഥ ലോകത്തിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഡയാന അവിടെ നിന്ന് പോവാണ്. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം ഇപ്പോൾ ഹെലൻ ആ ഒരു ഷോപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഈ ബുക്കെല്ലാം എടുത്ത് വെക്കുകയാണ്. ഒലിവർ ആണെങ്കിലോ ഇപ്പോൾ ഷോപ്പിലില്ല, അവൻ ആ ഒരു ബുക്ക് ഡെലിവർ ചെയ്യാനായിട്ട് പോയി. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇതുകൂടിയാവുന്നത് ഹെലനെ നല്ല പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് അവൾ പെട്ടെന്ന് കീ എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ഈ ലൈറ്റ് ഉണ്ടല്ലോ അതെല്ലാം അണയുന്നു, അതേപോലെ തന്നെ കത്തുന്നു. അതേപോലെ ഷെൽഫിലുള്ള ബുക്കുകൾ ഓരോന്നായിട്ട് താഴേക്ക് വീഴുന്നു. ഹെലൻ എന്താണ് സംഭവിക്കുന്ന അറിയാതെ അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു ഡോർ അടച്ച് അതിന്റെ ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഒരാൾ നടന്നിങ്ങനെ വരുന്നു. പെട്ടെന്ന് അയാളെ കാണാതാവുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടിയാവുന്നത് ഹെലൻ എങ്ങനെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ അവള് കാർ എടുത്ത് നേരെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഒലിവറിനോടൊപ്പം കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ഹെലന് മാത്രം ഉറക്കം വരുന്നില്ല. കാരണം ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട്. പക്ഷേ ഒലിവർ ആണെങ്കിലോ നല്ലതുപോലെ ഒരു കുഴപ്പമില്ലാതെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒലിവറും ഹെലനും എലിസബത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ വന്നിട്ട് ആദ്യം സാധാരണ രീതിയിലെല്ലാം സംസാരിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ഹെലന്റെ ആ ഒരു വിഷയത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ഹെലൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ബുക്ക് ഷോപ്പിൽ കുറച്ച് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് അവൾ വിശ്വസിക്കുന്നത് അവളുടെ അച്ഛന്റെ ആത്മാവ് ഇപ്പോഴും ആ ഒരു ബുക്ക് ഷോപ്പിൽ തന്നെ ഉണ്ടെന്നാണ്. ഈ ബുക്കുകൾ തനിയെ അനങ്ങുന്നത്, അതുപോലെ മറ്റു ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്, ഇതെല്ലാം ഹെലനായിട്ട് തന്നെ കണ്ടിട്ടുണ്ടെന്ന്. പല ബുക്കുകളും വെച്ചെടുത്ത് കാണാറില്ല. ഇത് ഞാൻ കൺഫേം ആയിട്ട് പറയാൻ കാരണം എന്താണെന്നറിയോ, എന്റെ അച്ഛൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിന്റെ മണം ഒരു ദിവസം ഈ ഷോപ്പിനുള്ളിൽ എനിക്ക് നല്ലതുപോലെ അനുഭവപ്പെട്ടു. അത് ഒരു പ്രത്യേക സ്ഥലത്തൂടെ നടന്നു പോകുമ്പോഴാണ് ആ സ്മെല്ല് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ആയിരിക്കണം എന്റെ അച്ഛന്റെ ആത്മാവുള്ളത്. അതിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്റെ അച്ഛന്റെ പെർഫ്യൂം വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഷോപ്പിൽ വരുന്ന എല്ലാവരെയും ഞാൻ പരിശോധിച്ചു.
പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. അച്ഛൻ യൂസ് ചെയ്തിരുന്ന ആ ഒരു പെർഫ്യൂം കമ്പനി അത് പൂട്ടിയിട്ടേ ഏകദേശം 20 വർഷമായി. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർഫ്യൂം ആരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ഹെലന് മാത്രമാണ് സംഭവിക്കുന്നത്. ഒലിവറിന് അങ്ങനെ ഒരു കുഴപ്പവും ഇതുവരെ ഇല്ല. ഇപ്പൊ അത് കാരണം നമ്മുടെ ഹെലനെ ഒരു സൈക്കാട്രിക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അയാൾ കുറച്ച് മരുന്നുകൾ കൊടുത്തല്ലാതെ വേറൊന്നുമില്ല. ഇപ്പോ ഹെലന്റെ പേടി എന്താന്ന് വെച്ചാല് ഇതുപോലെ പ്രേതം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഷോപ്പിലേക്ക് ആരും വരത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും കഴിയത്തില്ല. ഇപ്പൊ എലിസബത്തും ഹെലനും കുട്ടിക്കാലം മുതൽ തന്നെ ഒരുമിച്ചായിരുന്നു കളിച്ചു വളർന്നത്. എന്ന് വെച്ചാല് ഹെലന് എലിസബത്തിനെക്കാട്ടി പ്രായം കൂടുതലുണ്ട്. എന്നാലും ആ ഒരു പഴക്കം വെച്ചിട്ടാണ് എലിസബത്തിനോട് ഈ കാര്യങ്ങളെല്ലാം ഹെലൻ ഇപ്പോൾ വന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എലിസബത്ത് പറയും, ഹെലൻ എന്തായാലും നിന്റെ ഷോപ്പിലേക്ക് ഞാൻ ഒരു ദിവസം വരുന്നുണ്ട്, നിന്റെ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം എന്ന് പറയുമ്പോൾ എലിസബത്ത് ഹെലനെ സഹായിക്കുന്നുള്ള കാര്യം ഒരിക്കലും ഹെലൻ പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ നമ്മുടെ എലിസബത്തിന് ഈ പ്രേതം അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവൾക്ക് ചരിത്രത്തിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ അതേപോലെ തന്നെ ഈ കേസ് അന്വേഷണം, മിസ്റ്ററി കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ഈ കാര്യങ്ങളിലെല്ലാം നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ എലിസബത്ത് ഹെലന്റെ ആ ഒരു ഷോപ്പിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് എലിസബത്ത് വിചാരിക്കുന്നത് എന്താണ്, ഒന്നുകിൽ ആരെങ്കിലും ഒരാൾ ഒളിച്ചു നിന്ന് ഹെലനെ പേടിപ്പിക്കുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഹെലന്റെ തോന്നലുകളായിരിക്കാം. കാരണം എലിസബത്ത് ഒരിക്കലും അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. അവൾക്ക് ആവശ്യം തെളിവുകളാണ്. അതുകൊണ്ട് സ്വിച്ച് ബോർഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല, ആ ഒരു സെറ്റപ്പുകളൊന്നും മാറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ആ ഒരു ബുക്ക് ഷെൽഫിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹെലൻ പറയുന്നുണ്ട്, ദേ ഈ ഭാഗത്തുള്ള ബുക്കുകളാണ് തനിയെ വീഴുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഇപ്പൊ ഡയാന എന്ന് പറഞ്ഞിട്ട് ഹെലന്റെ ആ ഒരു സുഹൃത്ത് ഷോപ്പിനകത്തേക്ക് വരും. അവളെ കാണുമ്പോൾ ഹെലൻ ഡയാനയുടെ അടുത്തേക്ക് സംസാരിക്കാണ്ട് പോവാണ്. ഇപ്പൊ ഹീറോയിൻ എലിസബത്ത് ഈ ഷെൽഫ് നല്ലതുപോലെ നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് തിരിയുന്ന സമയത്ത് പുറകില് സാറ ഉണ്ടായിരുന്നു. അങ്ങനെ സാറയെ വന്നിരിക്കുന്നത് സാറയുടെ കയ്യിലുള്ള ബുക്കുകളെല്ലാം താഴേക്ക് വീഴും. അങ്ങനെ താഴെ വീണ സാറയുടെ ബുക്ക് എടുത്ത് കൊടുക്കുമ്പോഴാണ് ഒരു നോട്ടീസ് പേപ്പർ ഹീറോയിൻ കാണുന്നത്. അതൊരു ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തിന്റെ നോട്ടീസ് പേപ്പറാണ്. ഇപ്പൊ ആ നോട്ടീസ് സാറയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ സാറ് പറയും, ഏയ് എനിക്കതൊന്നും വേണ്ട, ഡയാനാണ് ആ ഒരു സെന്റർ നടത്തുന്നത് എന്ന് പറയുന്നതും ഇപ്പോൾ ഡയാന ഇവിടെ ഒരു ബുക്ക് ഓർഡർ ചെയ്തിരുന്നു, അത് വാങ്ങിക്കാനാണ് ഹെലനെ കാണാനായിട്ട് വന്നത്. ഇപ്പൊ ആ ഒരു ബുക്ക് ഡയാന വാങ്ങിയിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും എലിസബത്ത് ഹെലനെ നോക്കുമ്പോൾ അവൾ എന്തോ ആടി ഉലഞ്ഞ് താഴേക്ക് വീഴാൻ പോകുന്നത് പോലെ എലിസബത്ത് ഓടി അവളെ പിടിക്കാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഹെലൻ താഴേക്ക് വന്ന് വീഴുന്നതും ഒലിവർ ഇത് കണ്ട് ഓടി വന്നിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് ഒരു മരുന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹെലൻ ആ ഒരു മരുന്ന് കഴിക്കുന്നതും പെട്ടെന്ന് തന്നെ അവളുടെ മുന്നിൽ അവളുടെ അച്ഛന്റെ രൂപം, ആ ഒരു ആത്മാവിനെ ഹെലൻ കാണുന്നു. അപ്പോൾ ഒലിവറും നമ്മുടെ എലിസബത്തും ആ വശത്തേക്ക് നോക്കുമ്പോൾ അവര് രണ്ടുപേരും ഒന്നും കാണുന്നില്ല. അപ്പോൾ സാധാരണ നമ്മുടെ ഹെലൻ ഒറ്റയ്ക്കുള്ള സമയത്താണ് ഇതുപോലെ ആ ഒരു ആത്മാവിനെ കാണുന്നത്. ഇപ്പോൾ എല്ലാവരും ഉള്ളപ്പോഴും ആ ഒരു ആത്മാവിനെ കാണണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് ഹീറോയിനും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് കണ്ടുപിടിച്ചേ മതിയാവും എന്ന് മനസ്സിലാക്കിയ എലിസബത്ത് അടുത്തതായിട്ട് പോകുന്നത് ഒരു ഫിസിക്സ് പ്രൊഫസറിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ ഇവിടെ വന്ന ആ ഒരു പ്രൊഫസറിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ പ്രൊഫസർ എലിസബത്ത് പറയുന്ന ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നിന്റെ സുഹൃത്ത് ഹെലൻ ആയിരിക്കും എന്തെങ്കിലും പ്രശ്നമുള്ളത്, അതുകൊണ്ട് ഒരു നല്ല ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ നമ്മുടെ എലിസബത്തിന് അറിയേണ്ടത് ഇതിനുള്ള ഒരു ലോജിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ട് എലിസബത്ത് ആ ഒരു പ്രൊഫസറിനോട് പറയും, സാർ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഹെലന് അവളുടെ അച്ഛൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിന്റെ സ്മെല്ല് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രൊഫസർ, ഓക്കെ ഇനി എന്തായാലും ഞാൻ നിന്നെ സഹായിക്കാം, ഇതിനു വേണ്ടിയിട്ടാണ് പ്രൊഫസറും വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു പ്രൊഫസർ സഹായിക്കാന്ന് പറഞ്ഞിട്ട് കുറെ ഹോംവർക്കുകൾ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എലിസബത്ത്, സോറി എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഹീറോയിനൊന്ന് കയറി വരുന്നു പറഞ്ഞ് ശീലമായതുകൊണ്ടാണ്, ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ പ്രൊഫസർ കൊടുത്ത ആ ഒരു ആർട്ടിക്കിൾസ് എല്ലാം എലിസബത്ത് വായിക്കുമ്പോൾ അത് കൂടുതലായിട്ടും ഈ ഒരു ഗോസ്റ്റ്, ആത്മാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനെ പറ്റിയുള്ളതാണ്. ഇപ്പൊ കൊടുക്കാൻ കാരണം ആ ഒരു പ്രൊഫസറിന് ഇതിലെല്ലാം വിശ്വാസമുണ്ട്, പക്ഷെ എലിസബത്തിന് ഇല്ലല്ലോ. അത് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അവൾക്ക് വായിക്കാനായിട്ട് കൊടുത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എലിസബത്ത് വായിച്ചെങ്കിലും അവൾക്ക് ഇതിലൊന്നും വിശ്വാസം വരുന്നില്ല. ലോജിക്കലായിട്ട് ഒരു എക്സ്പ്ലനേഷൻ അവൾക്ക് ആവശ്യമാണ്, എന്നാലേ ഇതെല്ലാം വിശ്വസിക്കത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ റോബർട്ടിനെ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് എലിസബത്ത് പറഞ്ഞുവിടും. അപ്പൊ ഈ ഡോക്ടറിന്റെ അടുത്താണ് ഹെലൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ആ ഡോക്ടറിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് റോബർട്ടിനെ അവിടേക്ക് പറഞ്ഞു വിട്ടത്. ഇപ്പോൾ റോബർട്ട് അവിടെ വന്നിട്ട് ആ ഡോക്ടറിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് ഒരു ആത്മാവിനെ കാണാൻ കഴിയുന്നുണ്ട്, അതുപോലെ എനിക്കൊരു ഫാമിലി ഡോക്ടറുണ്ട്, ആ ഡോക്ടർ ഒരു മരുന്ന് തന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ടാണോ ഇതുപോലെ ഇല്യൂഷൻ വരുന്നതെന്ന് റോബർട്ട് ആ ഡോക്ടറിനോട് ചോദിക്കും. ആ ഒരു ടാബ്ലറ്റിന്റെ പേര് പറയുമ്പോൾ ഈ ഡോക്ടർ ഹെലന് കൊടുത്ത ആ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ അതിന്റെ പേര് പറയുന്നതും ആ റോബർട്ട് പറയും, ആ ഒരു മരുന്ന് കഴിക്കുന്നത് കാരണം ഇല്യൂഷൻ ഒന്നും വരത്തില്ല, ബ്ലഡ് പ്രഷർ ഒന്ന് കുറയും, അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റും ചെറുതായിട്ടൊന്ന് കൺട്രോൾഡ് ആവും, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ കൊടുത്ത മരുന്ന് കാരണം വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് ഇപ്പോ എലിസബത്ത് മനസ്സിലാക്കും. അതിനുവേണ്ടിയിട്ടാണ് റോബർട്ടിനെ ഇതുപോലെ പറഞ്ഞു വിടുന്നതും ഇങ്ങനെ ഒരു കള്ളം പറയാനായിട്ട് ആവശ്യപ്പെടുന്നതും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹെലന്റെ അച്ഛൻ യൂസ് ചെയ്യുന്ന ആ ഒരു പെർഫ്യൂം ഉണ്ടല്ലോ അതിനെ പറ്റി അറിയാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് സാറ ഉണ്ടല്ലോ അവരെ കാണുന്നു.
അപ്പോൾ എലിസബത്ത് നേരെ സാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഹെലനെ പറ്റി ചോദിക്കുമ്പോൾ സാറ പറയും ഹെലന് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ റീസെന്റ് ആയിട്ട് ഒരു ബിൽഡർ ഹെലന്റെ വീട് വിൽക്കാനായിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്. എന്നെല്ലാം സാറ ഇപ്പോ എലിസബത്തിനോട് സംസാരിക്കുമ്പോൾ ഡയാന എന്ന് പറഞ്ഞ ആ ഒരു സുഹൃത്തുണ്ടല്ലോ, അവളും ഇവിടേക്ക് വരുന്നു. ഇപ്പൊ ഡയാന പറയുന്നതും അതേ കാര്യം തന്നെയാണ്. ആ ഒരു ബിൽഡർ കാരണം അവൾക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെല്ലാം തോന്നുന്നത്. അതുപോലെ ഹെലൻ ഇപ്പോൾ താമസിക്കുന്നത് അവളുടെ കുടുംബ വീടാണ്. ആ ഒരു വീട് വിൽക്കാനായിട്ടുള്ള ഒരു അത്യാവശ്യവും ഇപ്പോൾ ഹെലൻ ഇല്ല. പക്ഷെ ആ ഒരു ബിൽഡർ ആ വീട് അയാൾക്ക് വാങ്ങാൻ വേണ്ടി ഹെലനെ ഒരുപാട് പ്രഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യം കേൾക്കുന്നത് നമ്മുടെ എലിസബത്തിന് കാര്യം മനസ്സിലായി. ഹെലൻ എന്തുകൊണ്ടാണ് അവളുടെ അച്ഛനെ പറ്റി ചിന്തിക്കുന്നതെന്ന്. ഈ ബിൽഡർ ഈ വീടിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ അവളുടെ അച്ഛനെ ആലോചിച്ചിട്ടാണ് ഹെലൻ ഇങ്ങനെയെല്ലാം തോന്നുന്നത് എന്ന് മനസ്സിലാക്കി എലിസബത്ത് നേരെ പോകുന്നത് ആ ഒരു ബിൽഡറിനെ കാണാൻ വേണ്ടി. ഇപ്പൊ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവന്റെ പ്രധാന ജോലി ഇത് തന്നെയാണ്. ഈ പ്രധാനപ്പെട്ട വലിയ വലിയ വീടുകളൊക്കെ ഉണ്ടല്ലോ, അതായിട്ട് സെലക്ട് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് വാങ്ങിയിട്ട് അത് നല്ല രീതിയിൽ ഒന്നുകൂടി പണിഞ്ഞെടുത്ത് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് വിൽക്കുക. ഇപ്പൊ എലിസബത്ത് ആ ഒരു ബിൽഡറിനോട് പറയും ഹെലൻ ഇപ്പൊ ആ ഒരു വീട് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ അവളുടെ പിറകെ ഇനി വരരുതെന്ന് പറയുമ്പോഴത്തേക്കും ആ ബിൽഡർ ഞാൻ വരത്തില്ല എന്നൊന്നും പറയത്തില്ല, പക്ഷേ ഹെലനായിട്ട് തന്നെ ആ ഒരു വീട് എനിക്ക് വിൽക്കും എന്ന് പറയുന്നതും എലിസബത്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഹെലന്റെ ആ ഒരു ബുക്ക് ഷോപ്പിൽ കണ്ടുമുട്ടുകയാണ്. നമ്മുടെ റോബർട്ട് ഉണ്ട്, ആ ഒരു പ്രൊഫസർ ഉണ്ട്, പിന്നെ ഹീറോയിൻ, ബാക്കിയുള്ളവരും. ഇപ്പൊ പ്രൊഫസർ ഇവിടേക്ക് വരാൻ കാരണം സത്യത്തിൽ ഈ ഒരു ഷോപ്പിനകത്ത് ഒരാത്മാവ് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാനാണ്. അയാളുടെ കയ്യിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിവൈസും ഉണ്ട്. ഇത് നമ്മൾ പല ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ട്. എവിടെയാണോ ആ ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളത് അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിൽ സിഗ്നൽ കാണിക്കും. ആത്മാവുണ്ടെന്നല്ല, ആ ഒരു സ്ഥലത്ത് അധികമായിട്ടുള്ള ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു സാന്നിധ്യമാണ് ഇതിലൂടെ കാണിക്കുന്നത്. അതിലൂടെ അവിടെ ഒരു ആത്മാവ് അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മുടെ എലിസബത്ത്, റോബർട്ട്, അതേപോലെ തന്നെ ഒലിവർ, ഇവര് മൂന്നുപേരും മാറി നിൽക്കുമ്പോൾ ഹെലൻ ഉണ്ടല്ലോ, അവള് മാത്രം ഈ ബുക്ക് ഷോപ്പിന്റെ അകത്തൂടെ ചുറ്റി ഇങ്ങനെ നടക്കാണ്. പ്രൊഫസറും അവളുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ഒരിടത്ത് എത്തുമ്പോഴത്തേക്ക് ആ ഒരു സിഗ്നല് അതിൽ കാണിക്കുന്നു. അതേപോലെ തന്നെ അയാളുടെ കയ്യിൽ ഒരു വോയിസ് റെക്കോർഡറും ഉണ്ട്, അത് ഓൺ ചെയ്ത് വിടും. അങ്ങനെ കുറച്ചു നേരം റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പൊ ആ ഒരു വോയിസ് റെക്കോർഡർ അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ അതിന്റെ വോളിയം ഉണ്ടല്ലോ അത് കുറച്ച് കൂട്ടുമ്പോഴത്തേക്കാണ് ബെല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് മാത്രം കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ പേര് കേൾക്കുന്നതും എലിസബത്ത് ഷോക്കാവും. എന്താന്ന് വെച്ചാല് ഹെലന്റെ അച്ഛൻ ഹെലനെ ബെല്ല എന്നാണ് വിളിക്കുന്നത്. ഈ പേര് നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ഹെലനും അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബുക്ക് ഷോപ്പില് ഹെലന്റെ അച്ഛന്റെ ആത്മാവ് ഉണ്ടെന്നുള്ള കാര്യം കൺഫേം ആയി. ഇപ്പൊ ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത് നമ്മുടെ എലിസബത്തും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ആ ഒരു പ്രൊഫസറിനെ പറഞ്ഞു വിട്ടിട്ട് ഹീറോയിനും പുറകെ തന്നെ പോകുന്നു. അങ്ങനെ എല്ലാവരും ഷോപ്പിൽ നിന്ന് പോയതിനു ശേഷം ഒലിവറും ഹെലനും മാത്രമേ അവിടെയുള്ളൂ. അപ്പൊ ഒലിവർ ചോദിക്കും അല്ല ആരാ ഈ ബെല്ല എന്ന് ചോദിക്കുമ്പോൾ ഹെലൻ പറയും അത് എന്റെ പേര് തന്നെയാണ്, അച്ഛൻ എന്നെ അങ്ങനെയാ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഒലിവർ ചോദിക്കും എന്തുകൊണ്ട് ഈ കാര്യം എന്നോട് നീ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൻ ചെറിയ രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഹെലൻ വിചാരിച്ചത് എന്താണ്, ഈ ബുക്ക് ഷോപ്പിലെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചത് പരിഹരിക്കും എന്ന് വിചാരിക്കുമ്പോൾ ഇപ്പൊ അതിനു പകരം അവളുടെ ബുക്ക് ഷോപ്പില് ഇതുപോലെ അവളുടെ അച്ഛന്റെ ആത്മാവുണ്ടെന്നുള്ള കാര്യം പല ആളുകളും അറിയാൻ തുടങ്ങി. ഇതിനിടയിലാണ് നമ്മുടെ ഒലിവറും അവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഹെലനും തിരിച്ച് ഒലിവറിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എലിസബത്തിനെ കാണിക്കുമ്പോൾ അവളിപ്പോ റോഡിലൂടെ എന്തോ ഒരു വിഷമത്തിൽ നടന്നു പോവാണ്. അതിന് കാരണം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് ഒരു ബോർഡ് അവൾ കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഷോക്കായിട്ട് നേരെ അതിനകത്തേക്ക് കയറി പോകുമ്പോൾ അതിനകത്ത് നമ്മുടെ ഹെലന്റെ ആ ഒരു ബുക്ക് ഷോപ്പില് പുതിയ ബുക്കുകളൊക്കെ വരുമ്പോഴത്തേക്കും അതിനെപ്പറ്റി പഠിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരെല്ലാവരും ഇതിനകത്തുണ്ട്. ഇപ്പൊ ഇവരുടെ മീറ്റിംഗ് ലൊക്കേഷൻ അവർ മാറ്റിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹെലനെ ഇവര് അവോയ്ഡ് ചെയ്യുന്നു. ആ ഒരു കാര്യം ഹെലനോട് ഇവർ പറഞ്ഞിട്ടില്ല. ഇത് കാരണമാണ് നമ്മുടെ ഹീറോയിൻ ഈ ബോർഡ് കണ്ടിട്ട് ഷോക്ക് ആവുന്നത്. ഇപ്പൊ അകത്തേക്ക് വന്ന എലിസബത്ത് നേരെ സാറയുടെ അടുത്തേക്ക് വന്നിട്ട് അല്ല നിങ്ങൾ ലൊക്കേഷൻ മാറ്റിയ ആ ഒരു കാര്യം എന്തുകൊണ്ട് ഹെലനോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ സാറ പറയും അത് ഡയാന ഹെലനോട് പറഞ്ഞല്ലോ. അപ്പോൾ ഡയാന പറയും സോറി അത് ഞാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ എലിസബത്ത് ചോദിക്കും അതെങ്ങനെ നിങ്ങൾ മറക്കും, നിങ്ങൾ മനഃപൂർവ്വം ഹെലനെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഡയാന പറയും അത് ഹെലന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എലിസബത്ത് പെട്ടെന്ന് അവരോട് പറയും ഒരു സുഹൃത്തിന്റെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ അവളെ അവോയ്ഡ് ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട എലിസബത്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്ന എലിസബത്ത് ആ ഒരു പ്രൊഫസർ റെക്കോർഡ് ചെയ്ത ഓഡിയോ ഉണ്ടല്ലോ അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുറച്ച് വിഷമമുണ്ട്. അപ്പോൾ റോബർട്ട് അവിടേക്ക് വന്നിട്ട് എന്താ എലിസബത്ത് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എലിസബത്ത് പറയും ഹെലന്റെ അച്ഛൻ ഒരു ആത്മാവായിട്ട് വന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല, അതെനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം വേറെ ഒന്നല്ല, ഹെലന്റെ അച്ഛൻ ആത്മാവായിട്ട് അവളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും എന്തുകൊണ്ട് എന്നെ കാണാനായിട്ട് വന്നില്ല. അപ്പോൾ റോബർട്ട് പറയും നീ പറഞ്ഞത് ശരി തന്നെയാണ്, സത്യത്തിലെ പ്രേതം പിശാച് ഇങ്ങനെയുള്ള ഒന്നുമില്ല. ഹെലൻ എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത് അതേ കാര്യം തന്നെയാണ് നീയും കേട്ടത്. അതുകൊണ്ട് ഹെലൻ ഇപ്പോൾ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം എന്ന് റോബർട്ട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഹീറോയിൻ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതേസമയം ഇവിടെ ഹെലനെ കാണിക്കുമ്പോൾ ഹെലൻ ഇപ്പോൾ നല്ല ഉറക്കം. പെട്ടെന്ന് എഴുന്നേറ്റ് ഒലിവർ അടുത്തോണ്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ ഒലിവറിനെ അവിടെ കാണുന്നില്ല. അങ്ങനെ ഒലിവറിനെ അന്വേഷിച്ച്
ഹെലൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും താഴത്തെ റൂമിൽ നിന്ന് പിയാനോ വായിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഹെലൻ നേരെ ആ ഒരു പിയാനോ വായിക്കുന്ന റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ പെട്ടെന്ന് ഒലിവർ നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഒലിവർ ഇപ്പോൾ കിച്ചണിൽ വെള്ളം കുടിക്കാനായിട്ട് പോയതാണ്. ഇപ്പോൾ ഹെലൻ മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ അച്ഛൻ്റെ ആത്മാവ് അവളുടെ മുന്നിലേക്ക് വരുന്നതും ഹെലൻ പെട്ടെന്നൊരു ഒറ്റ ഓട്ടം ഒലിവറിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അച്ഛൻ ഇവിടെ വന്നു വീട്ടിലും വന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒലിവർ പറയും ഹെലൻ നീ ഒന്ന് അടങ്ങിയിരിക്കൂ, അവിടെ ആരുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹെലനെ വീണ്ടും ആ ഒരു പിയാനോ വായിക്കുന്ന ശബ്ദം കേൾക്കുന്നു. പക്ഷേ ഒലിവറിനൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഹെലൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഒലിവർ അവളെ വിടാതെ പിടിച്ചു തന്നെ വെച്ചേക്കും. അങ്ങനെ ആ ഒരു സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മുടെ എലിസബത്തിനെ കാണിക്കുമ്പോൾ അവൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നു. പെട്ടെന്ന് ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോഴത്തേക്കും ഒലിവറും ഹെലനും അവരുടെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ എലിസബത്ത് തിരിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ആരും മറുപടി ഒന്നും പറയുന്നില്ല. ഈ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ റോബർട്ടിനെ വിളിച്ച് എലിസബത്ത് പെട്ടെന്ന് തന്നെ ഹെലന്റെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് രണ്ടുപേരും വീടിനകത്തേക്ക് കയറി ഹെലനെ ഒലിവറിനെ വിളിക്കുമ്പോഴത്തേക്കാണ് രണ്ടുപേരും വിളി കേൾക്കുന്നില്ല. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒലിവറിന്റെ തലയിൽ എന്തോ ചെടിച്ചെടി കൊണ്ട് അടിച്ചിട്ടുണ്ട്. അവന്റെ ബോധമില്ലാതെ താഴെ കിടക്കുന്നു. ഹെലനെയാണെങ്കിലോ അവിടെ എവിടെ കാണാനുമില്ല. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ട് പോലീസ്, ആംബുലൻസ് എല്ലാവരും ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഹെലൻ എവിടെയാണ് പോയതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ എലിസബത്ത് പറയും ഇവരുടെ വീടിന് പിറകിലൊരു വലിയ കാടുണ്ട്, എന്തായാലും ഹെലൻ അതിനകത്തേക്ക് പോയി കാണും എന്ന് വിചാരിച്ച് പോലീസും എലിസബത്ത് എല്ലാവരും ആ കാടിനുള്ളിലേക്ക് ഹെലനെ അന്വേഷിച്ച് പോവാണ്. അങ്ങനെ അന്വേഷിച്ച് കുറെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ എലിസബത്തിനെ ഹെലന്റെ ഒരു ചെരുപ്പ് കിട്ടുന്നു. അപ്പോൾ എന്തായാലും ഹെലൻ ഈ വശത്തേക്കാണ് പോയിട്ടുള്ളത് എന്ന് എലിസബത്തിന് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അടുത്തൊരു ചെരുപ്പ് കാണുന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ വലിയൊരു കുളമുണ്ട്. അപ്പോൾ എന്തായാലും ഹെലൻ കുളത്തിലേക്ക് ചാടിക്കാണും എന്ന് വിചാരിച്ച് ഹീറോയിൻ അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നതും ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ പോലീസ് ബാക്കി എല്ലാവരും വന്നിട്ട് ആ ഒരു കുളം ഇപ്പോൾ നല്ലതുപോലെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് എലിസബത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ റോബർട്ടിനോട് സോറി പറയുന്നു. എന്താന്ന് വെച്ചാൽ റോബർട്ട് ആദ്യം മുതലേ തന്നെ പറഞ്ഞിരുന്നു ഹെലന് മാനസികമായിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ എലിസബത്താണ് അവളെ ആരോ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വിശ്വസിച്ചത്. അതുമല്ല പിന്നീട് പ്രേതം കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹെലൻ അത്രയും സ്ട്രെസ്സായിട്ട് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ രാത്രി മുഴുവൻ എലിസബത്ത് ഉറങ്ങാത്തത് കൊണ്ട് ഇപ്പൊ അവളോട് റെസ്റ്റ് എടുക്കാനായിട്ട് റോബർട്ട് പറയും. അങ്ങനെ എലിസബത്ത് ഹെലന്റെ ആ ഒരു വീടിനകത്തേക്ക് കയറിയിട്ട് ഇവിടെ ആ ഒരു പിയാനോ റൂം ഉണ്ടല്ലോ അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉടഞ്ഞിടക്കുന്ന ഒലിവറിന്റെ ഹെലന്റെയും മാരേജ് ഫോട്ടോ അത് കാണുന്നു. അങ്ങനെ അതെടുത്ത് നോക്കി കുറച്ച് കഴിഞ്ഞ് അവൾ നേരെ മുകളിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കാണ് ഒലിവർ ഉണ്ടല്ലോ അവൻ ഇപ്പൊ ആരോടോ ഫോണിൽ സംസാരിക്കുന്നു. ഇത് കുറച്ച് സംശയത്തോടെ നോക്കി നിന്നിട്ട് ഹീറോയിൻ നേരെ റൂമിലേക്ക് പോയിട്ട് അവൾ കിടന്ന് ഉറങ്ങും. കുറെ കഴിയുമ്പോഴത്തേക്കാണ് റോബർട്ട് വന്നിട്ട് എലിസബത്തിനെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് പെട്ടെന്ന് ആ ഒരു കുളത്തിനടുത്തേക്ക് അവളെ കൊണ്ടുപോകുന്നു. അങ്ങനെ രണ്ടുപേരും നടന്ന് ആ കുളത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒലിവർ ഉണ്ട്. ഇപ്പൊ ഒരു ഡെഡ് ബോഡി ആ കുളത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഒലിവർ പറയും ഇല്ല എന്നെ കൊണ്ട് അത് കാണാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ എലിസബത്ത് പറയും ഞാനത് കൺഫേം ചെയ്യാം എന്ന് പറഞ്ഞ് അവൾ ആ ഒരു ബോഡിയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ കുളത്തിൽ നിന്ന് എടുത്തത് ഒരു ബോഡി തന്നെയാണ്. പക്ഷെ അതൊരിക്കലും ഹെലന്റെ ബോഡിയല്ല. അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. ഈ ഡെഡ് ബോഡിക്ക് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. അതുകൊണ്ട് പോലീസുകാർ വീണ്ടും ആ കുളത്തിനുള്ളിലേക്ക് ഹെലന്റെ ശരീരം തപ്പി ഇറങ്ങാണ്. ഇപ്പൊ ഒലിവർ ഇവരോട് പറയും ശരി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പറയുമ്പോൾ എലിസബത്ത് പറയും ഞാനും നിന്നോടൊപ്പം വരാം. ഇല്ല എന്നെ കുറച്ചു നേരത്തേക്ക് ഒന്ന് ഒറ്റയ്ക്ക് വിട് എന്ന് പറഞ്ഞ് ഒലിവർ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോ ഹെലനെ കാണാത്തത് കൊണ്ട് ഒലിവറും കുറച്ച് ടെൻഷനിലാണെന്ന് ഇവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് റോബർട്ടും എലിസബത്തും തിരിച്ച് ഹെലന്റെ വീടിനടുത്തേക്ക് തന്നെ വരികയാണ്. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഒലിവർ തന്റെ കാർ എടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. ഇവനെന്താ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് ആലോചിച്ചിട്ട് എലിസബത്ത് അവളുടെ കാറും എടുത്ത് ഒലിവറിന്റെ പിറകെ തന്നെ പോകും. അങ്ങനെ കുറച്ചു ദൂരം അവനോടൊപ്പം പോയിട്ട് അവസാനം അവൻ എവിടെയാണ് പോയെന്ന് വെച്ചാലേ ഒരു കടയ്ക്കുള്ളിലേക്ക്. അതിനകത്തേക്ക് പോയ ഒലിവർ കുറച്ചു കഴിഞ്ഞ് തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ എലിസബത്ത് അവന്റെ മുന്നിൽ പോയി നിൽക്കും. അപ്പൊ അവൻ കയറിപ്പോയത് ഒരു സ്പാ സെന്ററിലേക്കാണ്. ഇപ്പൊ ഒലിവറിനോട് ഇവിടെ വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് ഹെലനെ മസാജ് ചെയ്യുന്നത് അത്ര ഇഷ്ടമാണ്. അതുപോലെ അടുത്ത മാസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരികയാണ്, അതിനു വേണ്ടിയിട്ട് അവൾക്ക് മസാജ് ചെയ്യാൻ വേണ്ടി അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ എലിസബത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഹെലനെ ഇപ്പൊ കാണാനില്ല. അങ്ങനെയുള്ള അവസരത്തില് അവൾക്ക് മസാജ് ചെയ്യുന്നത് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇവൻ വരേണ്ട കാര്യം എന്താണ്? അതും ഈ ഒരു അവസരത്തില് ഒന്നുകില് ഒലിവർ കള്ളം പറയണം, അല്ലാന്നുണ്ടെങ്കിൽ അവന് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എലിസബത്ത് ഓക്കെ നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോന്ന് പറഞ്ഞു ഒലിവറിനെ പറഞ്ഞു വിട്ട് എലിസബത്ത് നേരെ അവൻ കയറിയ ഒരു ഷോപ്പുണ്ടല്ലോ അതിനടുത്തേക്ക് ചെല്ലും. അവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു കട പൂട്ടിയിട്ടേക്കാണ്. ഈ കടയുടെ പേര് വായിക്കുമ്പോഴത്തേക്കും ഇത് ആരുടെ കടയാണെന്ന് ഹീറോയിന് മനസ്സിലായി. സ്റ്റാർട്ടിങ് മുതൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ സാറേനെ ഹീറോയിൻ വന്ന് ഇടിക്കുമ്പോഴത്തേക്കും അവളുടെ ബുക്ക് എടുത്ത് കൊടുക്കാനായിട്ട് താഴെ കുനിയുമ്പോൾ ഒരു നോട്ടീസ് പേപ്പർ കണ്ടിരുന്നല്ലോ. അതേ നോട്ടീസ് പേപ്പറിലെ ആ ഒരു ഷോപ്പിന്റെ പേരാണിത്. അങ്ങനെയാണെങ്കിൽ ഈ കട ഡയാനയുടേതാണ്. അത് സാറയും അന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് ഡയാനയുടെ കടയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒലിവർ ഇപ്പൊ കാണാവുന്നത് ഡയാനയാണെന്ന് ഹീറോയിന് മനസ്സിലായി. ഇവിടെ നമുക്കും ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാല്
ഒലിവർ പറഞ്ഞല്ലോ ഇവരുടെ കല്യാണ നാള് അടുത്ത മാസമാണെന്ന്. അതുകൊണ്ടാണ് ഈ ഒരു മസാജ് ബുക്ക് ചെയ്യാൻ വന്നതെന്നും ആ കാര്യം, ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ അത് ഏത് മാസമാണെന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒലിവർ അവിടെയാണ് ഒരു മിസ്റ്റേക്ക് ചെയ്തത്. എന്താന്ന് വെച്ചാല് അവൻ പറഞ്ഞത് അടുത്ത മാസം ഓഗസ്റ്റിൽ നിന്നാണ്. പക്ഷേ അത് പച്ച കള്ളമായിരുന്നു. കാരണം എലിസബത്ത് അവരുടെ വീട്ടിലെ ആ ഒരു കല്യാണ ഫോട്ടോ താഴെ വീണ് കിടക്കുമ്പോഴത്തേക്ക് അത് എടുത്ത് നോക്കിയിരുന്നല്ലോ. അതിലെ 11 ഡിസംബർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് തന്നെ ഡിസംബറിലാണ്. അങ്ങനെയാണ് ഒലിവർ പറഞ്ഞത് കള്ളമാണെന്ന് നമ്മുടെ ഹീറോയിന് മനസ്സിലായത്. അപ്പോ കള്ളം പറഞ്ഞിട്ട് ഡയാനയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒലിവർ വന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഡയാന? ഇതറിയാൻ വേണ്ടി എലിസബത്ത് നേരെ പോകുന്നത് സാറയുടെ അടുത്തേക്കാണ്. ഇപ്പോ സാറയോട് ഡയാനയെ പറ്റി ചോദിക്കുമ്പോൾ ഈ സാറയും ഡയാനയെ എപ്പോഴും വഴക്കാണല്ലോ. അതുകൊണ്ട് തന്നെ സാറയ്ക്ക് ഡയാന ചെയ്യുന്ന ചില കാര്യങ്ങൾ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഡയാനയെ പറ്റിയുള്ള ആ ഒരു സീക്രട്ട് സാറ ഇപ്പൊ പറയുന്നു. സത്യത്തിൽ ഡയാനയ്ക്ക് 4 ഭർത്താക്കന്മാരുണ്ട്. അതിൽ ആദ്യത്തെ ഭർത്താവ് മരിച്ചു, രണ്ടാമത്തെ ഭർത്താവാണെങ്കിലോ ഡിവോഴ്സായി, മൂന്നാമത്തെ ഭർത്താവ് എവിടേക്ക് ഓടിപ്പോയി, നാലാമത്തെ ഭർത്താവാണെങ്കിലോ അയാൾ മരിച്ചും പോയി. അതുമല്ല ഡയാന ജനിച്ചപ്പോൾ മുതൽ തന്നെ ഒരു പണക്കാരിയായിട്ടുള്ള ആളല്ല. അവള് പല ഫ്രോഡുകൾ ചെയ്തിട്ടാണ് പണക്കാരിയായത്. ഇപ്പോൾ അവള് താമസിക്കുന്ന വീട് പോലും എങ്ങനെയാണ് വാങ്ങിയതെന്ന് ആർക്കും അറിയത്തില്ല. ഇങ്ങനെ പല കാര്യങ്ങളും സാറ പറയുമ്പോഴത്തേക്കും ഡയാന എന്തായാലും നല്ലൊരു സ്ത്രീയല്ലാന്ന് ഹീറോയിന് മനസ്സിലായി. അതുകൊണ്ട് ഉടനെ അടുത്തതായിട്ട് പോകുന്നത് ഡയാനയുടെ അടുത്തേക്ക്. പക്ഷെ ഡയാന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ എലിസബത്ത് തന്നെ കാണാനായിട്ട് വരുമെന്ന്. അങ്ങനെ എലിസബത്ത് അതിനകത്തേക്ക് കയറി പോകുന്നതും ആ ഒരു ബിൽഡറിന്റെ കമ്പനി ബുക്ക് ഉണ്ടല്ലോ അത് അവിടെ ഇരിക്കുന്നത് എലിസബത്ത് കാണും. ഓക്കെ, ഇപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലാക്കാം ഡയാനയും ആ ഒരു ബിൽഡറും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. ഇതിന് മറ്റൊരു തെളിവും കൂടിയുണ്ട്. ഒരു തവണ ഹീറോയിൻ ഈ ബിൽഡറിനെ കാണാനായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു വേസ്റ്റ് ബിന്നിലെ ഒരു ജ്യൂസിന്റെ ടിന്ന് കിടക്കുന്നതായിട്ട് ഹീറോയിൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഈ ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതേ ഡയാനയാണ്. അതിലൂടെ തന്നെ എലിസബത്തിന് മനസ്സിലായിരുന്നു അന്ന് ഡയാനയും ആ ഒരു ബിൽഡറിനെ കാണാനായിട്ട് വന്നു എന്ന്. ഇപ്പൊ അതിനെപ്പറ്റി എലിസബത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഡയാന പറയും, അതെ, ആ ബിൽഡർ തന്നെയാണ് എനിക്കും ഈ വീട് തന്നത്. അപ്പോൾ എലിസബത്ത് ഡയാനോട് പറയും ഹെലനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഡയാന വിടുന്ന ഷോക്കായിട്ട്, അയ്യോ പോലീസ് ഇതുവരെ അവളെ കണ്ടുപിടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ എലിസബത്ത് ഇപ്പൊ ഓപ്പൺ ആയിട്ട് മുഖത്ത് നോക്കി തന്നെ ചോദിക്കും, നീ ഒലിവറായിട്ടുള്ള ആ ഒരു ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് ചോദിക്കുമ്പോൾ ഡയാന അത്ര വലിയ ടെൻഷനൊന്നും ആവുന്നില്ല. അവളിപ്പോ സാധാരണ രീതിയിൽ ഞാൻ കോഫി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നതും ഈ ഗ്യാപ്പിൽ നമ്മുടെ എലിസബത്ത് എന്തെങ്കിലും തെളിവോ മറ്റു കാര്യങ്ങൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് പുറകില് ഡയാന ഒരു തോക്കും കൊണ്ടുവന്ന് എലിസബത്തിന്റെ തലയിലേക്ക് വെച്ചിട്ട് ഇപ്പൊ എലിസബത്തിനെ വിളിച്ച് നേരെ താഴേക്ക് പോകുന്നു. എന്നിട്ട് അവളുടെ കാറിനടുത്തേക്ക് കൊണ്ടുവന്ന് അവളെ കാറിലേക്ക് കയറ്റി ഇപ്പോൾ ഡയാന ഒരു സ്ഥലത്തിന്റെ പേര് പറയും. അവിടേക്ക് ഹീറോയിനോട് വണ്ടി ഓടിക്കാൻ പറയും. അങ്ങനെ ഡയാന പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എലിസബത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. കുറെ ദൂരം പോയിട്ട് അവസാനം എത്തുന്നതോ ഒരു കാടിനകത്തേക്ക്. അവിടെ എത്തുമ്പോൾ കാറിൽ നിന്ന് ഇവര് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് ഒരു വീടുണ്ട്. ആ വീടിന്റെ കീ ആണെങ്കിലോ ഡയാനയുടെ കയ്യിലും. അത് എലിസബത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവളോട് ആ ഒരു ഡോർ തുറക്കാൻ പറയുന്നതും എലിസബത്ത് ഡോർ തുറക്കുമ്പോൾ അതിനകത്താണ് ഹെലൻ ഉള്ളത്. അവളെ കെട്ടിയിട്ടേക്കുന്നു. ഇപ്പോൾ ഡയാന തന്നെയാണ് ഇത് ചെയ്തത്. എന്നിട്ട് എലിസബത്തിന്റെ തലയിലേക്ക് ഒരു അടിയടിച്ച് അവളുടെയും ബോധം പോയി താഴെ വീഴുന്നതും ഇപ്പൊ ആ ഒരു വീട് ലോക്ക് ചെയ്തിട്ട് ഡയാന ഉടനെ വിളിക്കുന്നത് ഒലിവറിനെ. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ഇതെല്ലാം ഇവിടം വരെ എത്താൻ കാരണം നീയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയുന്നതും ഒലിവർ പറയും സോറി ഡയാന എനിക്കിപ്പോ വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഡയാന പറയും നീ ഇപ്പൊ വന്നേ മതിയാവുള്ളൂ പറയുന്നതും ഒലിവർ റോബർട്ടിനോട് ഒരു കള്ളം പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് റോബർട്ടിന് മനസ്സിലായി ഒലിവർ എന്തോ ഒരു ഉടായ്പ കാണിക്കുവാണെന്ന്. അതുകൊണ്ട് ഒലിവർ കാറിൽ കയറുമ്പോൾ റോബർട്ട് വന്നിട്ട് ഞാനും വരുന്നു എന്ന് പറയുമ്പോൾ ഒലിവർ പറയും ഇല്ല ഞാൻ പോയിട്ട് വരാന്ന് പറയുന്നതും ഈ ഗ്യാപ്പില് റോബർട്ട് അവന്റെ ഫോൺ എടുത്ത് ഈ കാറിൽ വെക്കും. അത് ഒലിവർ കാണത്തില്ല. ഇപ്പൊ ഒലിവർ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും റോബർട്ട് തിരിച്ച് ആ ഒരു വീടിന്റെ അടുത്തേക്ക് വന്ന് പോലീസുകാരോട് പറയും ശരി ഇനിയിപ്പോ ആക്ഷൻ തുടങ്ങാൻ പോവാണ്, നിങ്ങൾ റെഡി ആയിട്ടിരുന്നു. അങ്ങനെ ഒലിവർ ഡയാനുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ റോബർട്ട് എന്താ ചെയ്യുന്നറിയോ, അവന്റെ കാറിന്റെ ആ ഒരു ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് അത് പോലീസിന് അയച്ചു കൊടുക്കും. അപ്പൊ പോലീസ് ആണെങ്കിലോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒലിവറുള്ള ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്കും പോകുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഹീറോയിൻ കണ്ടുപിടിച്ചതെല്ലാം ശരിയായിരുന്നു. ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒലിവർ വിചാരിച്ചത് ഹെലനെ ഡിവോഴ്സ് ചെയ്തിട്ട് വരാന്നാണ്. പക്ഷെ ഡയാനയ്ക്കാണെങ്കിലോ ഇവരുടെ ആ ഒരു സ്വത്തുണ്ടല്ലോ ഹെലന്റെ പേരിലുള്ള ആ ഒരു സ്വത്തിൽ അവൾക്ക് കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് ഹെലനെ കൊന്നു കഴിഞ്ഞാലേ അവളുടെ സ്വത്തെല്ലാം ഡയാനയ്ക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള പ്ലാൻ ആയിരുന്നു ഇവരുടേത്. ഇപ്പോൾ നമ്മുടെ എലിസബത്ത് ഇതെല്ലാം കണ്ടുപിടിച്ചത് കൊണ്ട് അവളെ കൊല്ലാൻ വേണ്ടി ഒലിവറിന്റെ കയ്യിൽ ഒരു തോക്കും കൊടുത്ത് ഡയാന പറഞ്ഞു വിടുന്നത്. ഈ ഗ്യാപ്പിൽ അകത്ത് നമ്മുടെ എലിസബത്ത് അവൾ എങ്ങനെയോ കണ്ണു തുറന്ന് നേരെ വന്ന് ഹെലന്റെ ആ ഒരു കെട്ടുണ്ടല്ലോ അതെല്ലാം അഴിച്ചു വിടുന്നുണ്ട്. അപ്പോഴേക്കും ഒലിവർ അകത്തേക്ക് വരുന്ന ഒരു ശബ്ദം കേട്ട് ഹീറോയിൻ ഒരു വശത്തേക്ക് പോയി ഒളിച്ചു നിൽക്കും. അപ്പൊ അവനാണെങ്കിലും അകത്തേക്ക് വന്നിട്ട് നമ്മുടെ ഹെലനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തോക്ക് പൊക്കുന്നതും ഒളിച്ചിരുന്ന എലിസബത്ത് അവനെ അടിച്ച് താഴെ കിട്ട് അവന്റെ ബോധം പോയി അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങും. ഇതുകൂടിയാവുന്നത് ഹെലൻ ഉണ്ടല്ലോ അവള് പേടിച്ച് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അടുത്തുള്ള കാടിനകത്തേക്ക് വിടുമ്പോൾ എലിസബത്തിന് വേറെ വഴിയില്ല. ഇപ്പോൾ ഹെലൻ രക്ഷിക്കാൻ വേണ്ടി അവളും പുറകെ തന്നെ പോവാണ്. ഇപ്പോൾ ഡയാന ആണെങ്കിലോ നേരെ അകത്തേക്ക് വന്നിട്ട് ഒലിവറിന് വഴക്ക് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള തോക്ക് എടുത്തിട്ട് നേരെ
നമ്മുടെ എലിസബത്ത് പോയി ആ ഒരു ഡയറക്ഷൻ നോക്കി ഇങ്ങനെ പോവാണ് ഇവരെ രണ്ടുപേരെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ ഡയാന അവിടെ നിന്ന് പോകുന്നതും കറക്റ്റ് സമയത്ത് പോലീസുകാർ അവിടേക്ക് വന്ന് ഒലിവറിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ എലിസബത്തിനെ അന്വേഷിച്ച് ഈ പോലീസുകാരും കാടിനകത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ കാടിനുള്ളിൽ കാണിക്കുമ്പോഴാണ് ഡയാന ഇവരെ രണ്ടുപേരെ അന്വേഷിച്ച് അവസാനം ഹെലനെ കണ്ടുപിടിച്ചു. ഇപ്പൊ ഹെലനെ കണ്ടുപിടിച്ചിട്ട് അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും ഹീറോയും പുറകിലൂടെ വന്ന് ഡയാനയെ അടിച്ച് താഴേക്കിട്ട് അവളുടെയും ബോധം പോയി. ഇപ്പൊ അവസാനം പോലീസുകാർ വന്നിട്ട് നമ്മുടെ ഡയാനയെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോ നമ്മുടെ റോബർട്ടും എലിസബത്തും ഇവര് രണ്ടുപേരും സാധാരണ ചെസ് എല്ലാം കളിക്കുന്നത് പോലെ കളിച്ചുകൊണ്ടിരുന്നിട്ട് ഹെലനെ പറ്റി സംസാരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത് എന്ന് റോബർട്ടിനോട് പറയുന്നത്. സാർ ഒരു സീനിൽ പറയുമല്ലോ ഡയാനയ്ക്ക് 4 ഭർത്താക്കന്മാരാണെന്നും അതിൽ മൂന്നാമത്തവനെ കാണാനില്ലെന്നും. സത്യത്തിൽ ആ ഒരു ഭർത്താവിന്റെ ശരീരമാണ് ഹെലന്റെ വീടിനടുത്തുള്ള ആ ഒരു കുളത്തിൽ നിന്നും പോലീസ് കണ്ടുപിടിച്ചത്. അത് ഒരുപാട് വർഷം പഴക്കമുള്ളത്. ഇതെങ്ങനെയാണ് നമ്മുടെ എലിസബത്തിന് മനസ്സിലായെന്ന് വെച്ചാല് ഡയാന ആൾറെഡി തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഹെലനെ കൊല്ലാൻ വേണ്ടി. പക്ഷേ ഒലിവർ ഒരു പാവായതുകൊണ്ട് ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഹെലൻ കുളത്തിൽ വീണ് മരിച്ചു എന്ന് എല്ലാവരും വിശ്വസിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ കുളത്തിലെ ഒരു ഡെഡ് ബോഡി കൊണ്ടിടാൻ വേണ്ടി അവൾ പ്ലാൻ ചെയ്തതും. അവളുടെ മൂന്നാമത്തെ ഭർത്താവ് ഓടിപ്പോയെന്ന് പറഞ്ഞല്ലോ, ആ ഭർത്താവിനെ കൊന്നതേ ഡയാനയാണ്. എന്നിട്ടാണ് അവന്റെ ശരീരം ആ കുളത്തിലേക്ക് കൊണ്ടിട്ടത്. എന്നിട്ട് ഡയാനയ്ക്ക് വേണ്ടത് എന്താണ്? അവളുടെ വീട്. അതിനു വേണ്ടിയിട്ട് ഒലിവറിനെ പ്രണയിച്ച് ഹെലനെ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ അവൾക്ക് ആ ഒരു വീട് സ്വന്തമാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിനുവേണ്ടി ഹെലനെ ആദ്യം തന്നെ മാനസികമായിട്ടും താഴ്ത്തണം. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ബുക്ക് ഷോപ്പിനകത്ത് അവളുടെ അച്ഛന്റെ ആത്മാവ് വരുന്നത് പോലെ ആ ഒരു സെറ്റപ്പ് എല്ലാം ഇവർ ചെയ്തത്. ആ ഒരു ബുക്ക് ഷെൽഫ് അത് അനങ്ങുന്നുണ്ടല്ലോ, അവിടെ നമ്മുടെ എലിസബത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും ആ ഒരു ഷെൽഫ് തള്ളിയത്, ബുക്ക് തള്ളിവിട്ടത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്തതേ ഒലിവറാണ്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും ഒലിവറിനെ നമ്മുടെ ഹീറോയിൻ സംശയിച്ചിരുന്നില്ല. ആ പ്രൊഫസറിലകത്ത് വന്ന ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഹെലന്റെ അച്ഛന്റെ ആത്മാവ് ഉണ്ടെന്നാണ് ഹീറോയിനും വിശ്വസിച്ചത്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു റിലേഷൻ അറിഞ്ഞതിന് ശേഷമാണ് എലിസബത്തിന് മനസ്സിലായത് ഇവര് രണ്ടുപേരും പ്ലാൻ ചെയ്താണെന്ന്. ഇപ്പോ ഹെലന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോ ആ പിയാനോ റൂമിൽ പിയാനോ വായിക്കുന്ന ശബ്ദം കേട്ടല്ലോ, അത് സെറ്റ് ചെയ്തത് ഡയാനയായിരുന്നു. ഒളിച്ചിരുന്ന് അത് റെക്കോർഡ് ചെയ്ത ശബ്ദമായിരുന്നു കേൾപ്പിച്ചത്. രണ്ടാമത് തവണ ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴും ഒലിവർ മാത്രം കേൾക്കാത്തതുപോലെ അഭിനയിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് നമ്മുടെ ഹെലനെ ബോധം കെടുത്തിയിട്ട് അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയതും ഒലിവറിനെ അവൾ അടിച്ചിട്ട് ഓടിപ്പോയതായിട്ട് ഇവര് വരുത്തി തീർത്തതും. അതുമല്ല ഡയാന ഇവരുടെ വീട്ടിൽ വന്നത് എങ്ങനെ ഹീറോയിൻ കണ്ടുപിടിച്ചെന്നല്ലേ. അന്ന് ഹെലന്റെ വീട്ടിലേക്ക് ഹീറോയിൻ വരുമ്പോഴത്തേക്കും വെളിയിൽ നല്ല മഴയുണ്ടായിരുന്നു. അതുമല്ല ഹെലന്റെ വീടിന്റെ വെളിയിലെ ഒരു കാർ നിൽക്കുന്ന പാകത്തിന് മാത്രം നനയാതെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴും തന്നെ ഹീറോയിൻ ഗസ് ചെയ്തിരുന്നു ഏതോ ഒരു കാറ് ഈ സമയത്ത് ഇവിടെ നിന്ന് പോയെന്ന്. പക്ഷെ ആ സമയത്ത് ഹീറോയിൻ അത് വലിയ കാര്യമാക്കിയില്ല, അകത്തേക്ക് കയറിപ്പോയി. അതുമല്ല ഡയാനയ്ക്ക് എപ്പോഴും ഒരു ശീലമുണ്ട്, എന്തെങ്കിലും കമ്പുകളോ അല്ലെങ്കിൽ പെൻസിലുകളോ ഇതെല്ലാം കൂടി ഇരുന്ന് കഴിഞ്ഞാല് അത് കറക്റ്റ് ആയിട്ട് അടുക്കി വെക്കുന്നൊരു ശീലം. ഈ കാര്യം ഹീറോയിൻ ആ ഒരു ബുക്ക് ഷോപ്പിൽ പോകുമ്പോൾ തന്നെ ഡയാന അത് ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോ ഹെലന്റെ വീട്ടിലെ ഹീറോയിൻ കയറി ചെല്ലുമ്പോഴത്തേക്കും ഇതുപോലെ കളർ പെൻസിലുകൾ ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം ഹീറോയിൻ അപ്പൊ തന്നെ കണ്ടിരുന്നു. അപ്പൊ വെളിയിൽ ഒരു കാർ വന്നിട്ട് പോയി അതേപോലെ തന്നെ പെൻസിലുകൾ ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ടാണ് ഡയാനയാണ് അന്ന് ഹെലന്റെ വീട്ടിൽ വന്നിട്ട് പോയതെന്ന് ഹീറോയിൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഡയാന സെറ്റ് ചെയ്ത് വെച്ചതുപോലെ തന്നെ അന്നത്തെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. പക്ഷേ ഈ കുളത്തിനുള്ളിൽ ഒരു ഡെഡ് ബോഡി ഉണ്ടെന്നുള്ള കാര്യം മാത്രം ഒലിവറിന് അറിയത്തില്ലായിരുന്നു. അത് ചെയ്തത് ഡയാനയാണ്. അതുകൊണ്ടാണ് അന്ന് ആ ഒരു ഡെഡ് ബോഡി കിട്ടിയപ്പോഴത്തേക്കും ഡയാനയെ കാണാൻ വേണ്ടി അവളുടെ ആ ഒരു ഷോപ്പിലേക്ക് ഒലിവർ പെട്ടെന്ന് തന്നെ പോയത്. പക്ഷെ അവിടെ വെച്ചിട്ട് ഇതുപോലെ അവനൊരു തെറ്റിലൂടെ ഹീറോയിൻ എല്ലാം മനസ്സിലാക്കി കൊടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പൊ ഡയാനയുടെ പ്ലാൻ എന്തായിരുന്നു? ഹെലനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് അവസാനം അവളായിട്ട് തന്നെ സൂയിസൈഡ് ചെയ്യണം, അങ്ങനെ വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഡയാന പ്ലാൻ ചെയ്ത് ആ ഒരു ബിൽഡറെ ഹെലന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് അവളെ ആകെ ടെൻഷൻ ആക്കിയത്. അതുമല്ല ആ ഒരു ഇല്യൂഷൻ വരാൻ കാരണം എന്താണ്? ഡയാന ഫാർമ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് മരുന്ന് കൊടുത്താൽ ഇല്യൂഷൻ വരുമെന്ന് ഡയാനയ്ക്ക് നല്ലതുപോലെ അറിയാം. ആ മരുന്ന് നമ്മുടെ ഒലിവറിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തായാലും അത് ഹെലന് കൊടുക്കും. അപ്പോ ഹെലൻ ഇതുപോലെ ഇല്യൂഷൻ വരും, അവളുടെ അച്ഛന്റെ ആത്മാവ് അവളെ കാണാൻ വരുന്നു. സ്റ്റാർട്ടിംഗ് സമയത്ത് ഹെലനെ ഈ ബുക്ക് എഴുതുന്നത്, ഷെൽഫ് അനങ്ങുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് ഒലിവർ പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു ഡോക്ടറെ കാണാൻ പോവാന്ന്. അങ്ങനെ ഹെലനെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ആ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് അത് വേറെ ആയിരുന്നു. അത് മാറ്റി ഡയാന കൊടുത്ത ആ ഒരു മരുന്ന് ഹെലന് കൊടുത്തത് നമ്മുടെ ഒലിവറാണ്. അപ്പൊ ആ ഒരു മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഹെലൻ ഇതുപോലെ അവളുടെ അച്ഛന്റെ ആത്മാവിനെ കാണുന്ന ആ ഒരു ഇല്യൂഷൻ അവൾക്ക് കാണാൻ തുടങ്ങിയത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പൊ റോബർട്ട് കൊള്ളാൻ പോലെ നീ നല്ലതുപോലെ തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് രണ്ടുപേരും ഹെലനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് ആ ഒരു ഡോക്ടർ വെളിയിലേക്ക് വരുന്നത്. ഇപ്പൊ ആ ഡോക്ടർ പറയും ഡയാന ഹെലനെ കഴിക്കാനായിട്ട് കൊടുത്ത ആ ഒരു ടാബ്ലറ്റ് കുറച്ച് പവർഫുൾ ആയതാണ്, അതുകൊണ്ട് അവള് റിക്കവർ ആവാൻ വേണ്ടി കുറച്ചുകൂടി സമയം വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ റോബർട്ടിനെ കാണുന്നതും ഡോക്ടറിന് എന്തോ സംശയം
വിചാരിക്കും ഇങ്ങനെയല്ല അന്ന് വന്നതെന്ന്. പക്ഷെ റോബർട്ട് ആണെങ്കിലോ ഡോക്ടറെ കാണാതെ എങ്ങനെയെങ്കിലും മറിഞ്ഞു പോകണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് ഹീറോയിൻ ഹെലനെ നോക്കുമ്പോഴത്തേക്കും ഹെലൻ ഇപ്പോഴും അവളുടെ അച്ഛന്റെ രൂപത്തെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇത്തവണ പേടിക്കുന്നില്ല, അവൾ ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അടുത്തുള്ള ആ ഒരു ബുക്കിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ബുക്ക് പതിയെ അനങ്ങുന്നത് പോലെ ഇതുകൂടി കാണിക്കുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എന്തായാലും അവസാനത്തെ സീൻ ആ ഒരു ഡയറക്ടർ നമ്മളെ വെറുതെ ടെൻഷൻ ആക്കാൻ വേണ്ടി കാണിച്ചൊരു സീൻ മാത്രമാണ്. അപ്പൊ കാണുന്ന നമ്മൾ വെറുതെ വിശ്വസിക്കുമല്ലോ, അയ്യോ ഇനി ശരിക്കും പ്രേതം ഉണ്ടോന്ന്. എന്തായാലും അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്തായാലും ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസിന്റെ ഒരു പ്രത്യേകത ഇതാണ്, നമ്മൾ കണ്ടിരുന്നു പോകും. കാരണം ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അടുത്തതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത്, ഒരുപക്ഷേ നമുക്ക് കഥയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാം, പക്ഷെ അടുത്ത സീന് എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്ന് ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഇനിയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരിക, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് കാണുന്നത് വരെ ബൈ.